ഹലോ, സത്യമേ പറയൂ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് DS ഇറേ, അതായത് പ്രണവ് മോഹൻലാലിൻ്റെ ഇപ്പം നിലവിൽ തിയേറ്റർ ഓടിക്കൊണ്ടുള്ള സിനിമയാണ് DS ഇറേ. നമുക്കറിയാം, ആ പടം ചെയ്തേക്കുന്നത് രാഹുൽ സദാശിവനാണ്. റെഡ് റെയിൻ, ബ്രഹ്മയുഗം, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ പേര് മറന്നുപോയി. റെഡ് റെയിൻ, ബ്രഹ്മയുഗം, അതുപോലെ തന്നെ ഭൂതകാലം. ഭൂതകാലം എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്ത ബെസ്റ്റ് ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് DS ഇറേ. പടത്തെ പറ്റി പറയാനുള്ളത്, എഞ്ചാതി പടം എൻ്റെ മോനെ, മേക്കിംഗ് അടിപൊളി, പെർഫെക്റ്റ്, അടിപൊളി, കിടിലം പടം എന്നൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അബ്സല്യൂട്ട്ലി സിനിമ. പ്രണവിൻ്റെ മുമ്പത്തെ ഉള്ള സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഹൃദയം, അതുപോലെ തന്നെ ഫസ്റ്റ് മൂവീസ് ആദി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആക്ടിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ഡയലോഗ്സ് വളരെ കുറവാണ്. ഉള്ള ഡയലോഗ്സിലും മേക്കിങ്ങിലും ഒക്കെയാണ്. പിന്നെ കൂടുതൽ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട്, അത് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് സിനിമയെ പറ്റി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് പക്കയായിരുന്നു. ക്രിസ്റ്റോ സേവിയർ എടുത്തു പറയേണ്ടതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടുവായിരുന്നു. പക്ഷേ ഈ പടത്തിലോട്ട് ഇത്രയും ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ പടത്തിൽ കാണാൻ പോയത്. പേഴ്സണലി എനിക്ക് വലിയൊരു മേക്കിംഗ് കൊണ്ടുള്ള മുമ്പത്തെ പടം, അതായത് രാഹുൽ സദാശിവൻ്റെ ബ്രഹ്മയുഗമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് താഴെയാണ് ഈ പടം വരുന്നത്. ബ്രഹ്മയുഗത്തിന് മുകളിലല്ല. ബ്രഹ്മയുഗം നമുക്കറിയാൻ പറ്റും. ആക്ച്വലി 3-4 ക്യാരക്ടർ അതിനകത്തുള്ളെങ്കിൽ കൂടി നമ്മളത് ഒട്ടും ബോറടിക്കാതെ ഓരോരോ ഇൻസിഡൻസ് കൊണ്ടും നമ്മളെ പടം പിടിച്ചിരുത്തുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു സ്റ്റോറി ലൈൻ പൊതുവേ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ളതൊരു ഫ്രഷ് എലമെൻറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഓവറോൾ ഈസ് ഗുഡ് മൂവി, വൺ ടൈം വാച്ച് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇതായിട്ട് പറയാനില്ല. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.